എന്തിനാണ് കൃഷ്ണഗാഥ കുചേലൻ അല്ല ശ്രീകൃഷ്ണൻ ചെറുശ്ശേരി എഴുതി വച്ചിരിക്കുന്നത്? കൃഷ്ണന്റെ കഥ ഒരു സാധാരണ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ ഇങ്ങനെ അതിന്റെ വ്യത്യസ്ത തലത്തിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ അഭിനയിച്ചു വെച്ചിരിക്കുകയാണ്. അതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കഥയ്ക്ക് ഓരോന്നിനും അതിൻ്റെതാകുന്ന ഭാവതലങ്ങളുണ്ട് അല്ലെ? ഓരോ തരത്തിൽ ഓരോ ഭാവതലമുണ്ട്. പിന്നെ നമുക്ക് ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്ന് വിളിക്കുന്നത് എഴുത്തച്ഛനെയാണ്. പണ്ടിവിടെ പാട്ടും മണിപ്രവാളം ഉണ്ടായിരുന്നു. പാട്ട് മണിപ്രവാളം. പണ്ടിവിടെ തമിഴുണ്ട്, സംസ്കൃതമുണ്ട്. ആ സംസ്കൃതം എന്ന് പറയുന്നത് വരേണ്യ ഭാഷയാണ്. ആ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക്, ശുദ്ധ മലയാളത്തിലേക്ക് നമ്മുടെ ഭാഷാഗംഗയെ ഒഴുക്കിയത് എഴുത്തച്ഛനാന്ന് പറയുന്നു. അതുകൊണ്ടാണ് എഴുത്തച്ഛന് മലയാള ഭാഷയുടെ പിതാവ്. പക്ഷെ എഴുത്തച്ഛൻ ജീവിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. അതാ മനസ്സിലാക്കണ്ടേ. ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിലാണ്. അവിടെയാണ്. അപ്പൊ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവെന്ന് വിളിക്കാൻ കാരണം മലയാള ഭാഷയെ സംസ്കൃതത്തിന്റെ അതിപ്രസരത്തിൽ നിന്നും മലയാളത്തിന്റെ ശുദ്ധ മലയാളത്തിലേക്ക് ഈ ഭാഷാഗംഗയെ ഒഴുക്കിയെങ്കിൽ എങ്ങനെ ചെറുശ്ശേരിക്ക് കൃഷ്ണഗാഥ എഴുതാൻ പറ്റി? അവിടെയാണ് കൃഷ്ണഗാഥ ചെറുശ്ശേരി എന്ന് പറയുന്ന ആ കവിയുടെ കവിത്വത്തിന്റെ മഹത്വം. അതാണ് പുസ്തകങ്ങൾ പറയുന്നുണ്ട്. ഒരു കവിക്ക് പ്രകൃതിയുമായിട്ട് ചേരുന്നതാണ്, പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ് ഒരു വ്യക്തിയെ കവിയാക്കുന്നത്, കലാകാരനാക്കുന്നത്. പക്ഷേ അതിനകത്ത് ഭാവന കൂടെ ചേരുമ്പോഴാണ് ഉത്കൃഷ്ടമായ കൃതിയാവുന്നതെന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു നാടകം എഴുതുന്നത് എങ്ങനെയാണ്, ഒരു കവിത എഴുതുന്നത് എങ്ങനെയാണ്. ആകാശത്തിലെ കഥയല്ല, സമൂഹത്തിലെ സംഭവങ്ങളാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കുമാരനാശാന്റെയും ശങ്കരക്കുറുപ്പിന്റെ എല്ലാം ഓരോ കവിതയും വായിച്ച കാണുന്നത് എന്താ? അതാത് കാലഘട്ടമാണ്. അതാണ് സമൂഹത്തിന്റെ കണ്ണാടിയാണ് സാഹിത്യം. പക്ഷേ ആ കാലഘട്ടത്തിനെ അതുപോലെ പകർത്തിയാൽ അത് വിജയിക്കില്ല. അതിനകത്ത് ആ കലാകാരന്റെ ഭാവന കൂടി ചേരുമ്പോഴാണ് അത് മറ്റുള്ള സമൂഹത്തിനെ, മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാകുന്നു. സഹൃദയ സമക്ഷം അത് വളരെയധികം പ്രയോജനപരമാകുന്നത് ഭാവന കൂടെ ചേരുമ്പോഴാണ്. ഇവിടെ ചെറുശ്ശേരിയുടെ ഭാവനയുടെ ഫലമാണ് ഈ പറഞ്ഞ ജീവിതത്തിന്റെ, കൃഷ്ണന്റെ ജീവിതത്തിലുള്ള വ്യത്യസ്തമായ ഘടകങ്ങളെ മുഴുക്കയും ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ? ഇനി നമുക്കറിയാം നവരസങ്ങൾ ഉണ്ട്. അതിലേറ്റവും ഇവിടെ ചെറുശ്ശേരി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? മുഴുവനും ശോകം എന്ന് പറയുന്ന ആ ആസക്തി തുടച്ചു നീക്കുകയാണ് ചെയ്യുന്നത്. ശാശ്വതമായ നിർഭേദ ബുദ്ധി സൃഷ്ടിച്ച് ഈശ്വരപ്രാപ്തിയിലേക്ക് മനുഷ്യനെ നയിക്കുകയാണ്. ഇപ്പൊ കൃഷ്ണഗാഥ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും, സന്താപമുണ്ടാകും, ദേഷ്യമുണ്ടാകും, വിരക്തി ഉണ്ടാകും, ആസക്തി ഉണ്ടാകും. പക്ഷേ അതിനെല്ലാം കഴിഞ്ഞ് മനുഷ്യനെ എന്താണ് ശാന്തി എന്ന് പറയുന്ന ഒരു വികാരത്തിലേക്ക് നയിക്കുവാൻ ആണ് കവി അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ഒരു പുസ്തകം വായിക്കുന്നത് എന്തിനാണ്? പുസ്തകം വായിച്ച് കരയാൻ വേണ്ടിയല്ല അല്ലെ? ഒരു പുസ്തകം വായിച്ച് കരയാൻ വേണ്ടിയല്ല. ഒരു സിനിമ കണ്ട് നമ്മൾ കരഞ്ഞാലും ആ കരച്ചിൽ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു വരി അതിനകത്ത് നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഒരു സന്ദേശം ഉണ്ടാവും. അതിനാണ്. നമുക്കറിയാം പ്രാചീന സമൂഹത്തിലെ സാഹിത്യം പറയുമ്പോൾ എന്തെങ്കിലും സംഘടന ഉണ്ടാവണം. നമുക്കറിയാം ഇവിടുത്തെ പണ്ടത്തെ സാഹിത്യകൃതി നാടകമല്ല, നാടകാന്തം കവിത്വം. നാടകത്തിൽ സംഘടന ഉണ്ടാവും. ആ സംഘടനത്തിൽ നിന്നും ഉരുത്തിരിയുന്നത് ഒരു സന്ദേശം എന്താണ്? അത് കാണുന്ന പ്രേക്ഷകനോ അല്ലെങ്കിൽ അതെന്താണ് അവന് ആശ്വാസപ്രദമാവണം. അപ്പൊ ചെറുശ്ശേരി തന്റെ കൃതിയിലൂടെ ഇത്തരം ഒരു തരത്തിലേക്ക് മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. എല്ലാ തരത്തിലും അല്ലെ? അപ്പൊ പിന്നെ അതുപോലെ ജീവിതത്തിന്റെ ഘട്ടം നമുക്കറിയാം. ശൈശവ ബാല്യ കൗമാരങ്ങളുണ്ട്. ആ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ കൃഷ്ണന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു. കൃഷ്ണന് പൂർണ്ണ ആയുസ് കൊടുത്തു, 125 വയസ്സ് വരെ ജീവിച്ചു എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായ തലത്തിലേക്ക് മാറി എന്ന് പറയുന്നു. അതാണ് കൃഷ്ണന്റെ ജീവിതത്തിന്റെ കഥ നീങ്ങുന്നത്. അങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇതുപോലെ തന്നെ കൃഷ്ണന്റെ ചെറുശ്ശേരി ചെയ്തതുപോലെ പൂന്താനം ജ്ഞാനപ്പാന എഴുതി. അതും ഇതുപോലെ എന്താണ് ഭക്തി സമ്പത്സകമായ കഥയാണ് ജ്ഞാനപ്പാനഗിരിയുടെ പൂന്താനം എഴുതി വെച്ചത്. അതും എന്ത് നിസ്സാരമാണ് അല്ലെ? വളരെ നിസ്സാരമാണ്. ജ്ഞാനപ്പാന വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഒരു ശബ്ദധാരാവലിയും നമ്മൾ നോക്കി പോകേണ്ട കാര്യമില്ല. എന്നാൽ അതിനകത്തിന്റെ ആ കഥയുടെ ആശയം എന്ന് പറയുന്നത് എത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ട് നമുക്ക് വച്ചിരിക്കുന്നു അല്ലെ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചെറുശ്ശേരിയുടെ കൃതിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഇതൊരു കലയായിട്ട് തന്നെ വച്ചിരിക്കുകയാണ്. ആ കലയിലൂടെ മാനുഷികമായ ഉദ്ബോധനമാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. പ്രാക്തന സമൂഹം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അത്ഭുതപ്പെടും. 400 കൊല്ലത്തിന് 500 കൊല്ലത്തിന് മുമ്പുള്ള കഥയാണ്. ആ കാലഘട്ടം മനസ്സിലാക്കണം. ഇന്നത്തെ പോലല്ല. ഇന്നിപ്പോ നമുക്കൊരു കൃഷ്ണഗാഥ കിട്ടിയാൽ നമുക്കിത് വായിച്ച് മനസ്സിലാക്കാം. പക്ഷേ പണ്ട് അങ്ങനെ അല്ലല്ലോ. എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല. ആ ജീവിതത്തിന്റെ സാഹചര്യം ഇതുപോലെ സുഖകരമായൊരു ജീവിതമല്ല. ഇതുപോലെ സ്വതന്ത്രനല്ല മനുഷ്യൻ. ആ കാലഘട്ടത്തിലാണ് ചെറുശ്ശേരി ഈ കൃഷ്ണഗാഥ എഴുതിയിട്ട് ഇന്നും നമുക്കതിന്
ഒരു വരി പോലും മാറ്റുവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഭാരതീയ സാഹിത്യത്തിന് ഇത്രയേറെ ദാർശനികവും ക്രിയോത്മകവുമായ ഉൾക്കരുത്ത് നൽകിയ മറ്റൊരു പുരാണ കഥയില്ലെന്നാണ് ഡോക്ടർ എം അച്യുതന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഇത്രയേറെ ദാർശനികവും ക്രിയോന്മുഖവുമായ ഉൾക്കരുത്ത് നൽകിയ മറ്റൊരു പുരാണ കഥാപാത്രം ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അതാണ് കൃഷ്ണന്റെ കഥ പഠിച്ചാലും തീരാത്തത്. അതാണ് കൃഷ്ണന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊണ്ടാണ്. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതം അത്ഭുതകരമാണെന്ന് പറയുന്നത് എന്താണ്? ഏത് ഭാവത്തിലും, മനുഷ്യന്റെ ഏത് ഭാവത്തിലും, ഏത് തലത്തിലും, ഏത് രീതിക്കും നമുക്കതിനെ വ്യാഖ്യാനിക്കാനും അതിൽ നിന്ന് സാരാംശങ്ങൾ ഉൾക്കൊള്ളുവാനും കഴിയും എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളീയ കാവ്യ സംസ്കാരത്തിന്റെ ഭാസുരമായ ആത്മചൈതന്യത്തിന്റെ നിറസാന്നിധ്യമാണ് കൃഷ്ണഗാഥ എന്ന ആത്മചൈതന്യമാണ്. നമുക്ക് ആ വാക്ക് നമ്മൾ എടുത്തു പറയണം. ആത്മചൈതന്യം. എന്താണ് ആത്മചൈതന്യം? നമുക്ക് ശാശ്വതമായ ഒരവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ആത്മാവാണ്, അല്ലെ? നമ്മൾ ഇന്ന് കാണുന്ന ബാഹ്യമായ ഈ ബാഹ്യമായ ശരീരത്തിന് ഉള്ളിലുള്ള ആത്മാവിന്റെ ഒരു ചൈതന്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ വർത്തമാനകാല സമൂഹത്തിൽ ഇന്ന് ആധ്യാത്മികതയും ഭൗതികതയും ഉണ്ടല്ലോ. ഞാൻ ചുരുക്കി പറയുന്നു, ഭൗതികത എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. ഭൗതികത എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അറിയാതെ കണ്ട് വെറുക്കാറുണ്ട്. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക? ചില പറഞ്ഞ ആധ്യാത്മികത ഭക്തിയാന്നാ പറയുന്നേ. ചില പറയും ആധ്യാത്മികവാദി അവനൊരു പഴഞ്ചനാന്ന് പറയും. പക്ഷേ ആധ്യാത്മികത എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ്? ഒറ്റ വാക്ക് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പണം അതിനെ സന്തോഷമായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്നത് ആധ്യാത്മികമായ മനസ്സാന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റവാക്ക് പറഞ്ഞാൽ തനിക്ക് വേണ്ടി അന്നം സ്വീകരിക്കുക മാത്രമല്ല ജീവിതം, മറ്റൊരുത്തിന്റെ അന്നം കണ്ടെത്തലാണ് ആധ്യാത്മികത, അല്ലെ? ഇപ്പൊ നമ്മുടെയൊക്കെ ദൗത്യം എന്താ? എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ കുടുംബം, എന്റെ പ്രസ്ഥാനം. അത് ഭൗതികതയായിട്ട് മാറും. മറ്റൊരുത്തിനെ കൂടി നമ്മൾ സഹായിക്കാൻ, ചേർത്ത് പിടിക്കാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കണം. അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അറിയില്ല. ആളുകൾ ആധ്യാത്മികത എന്ന് പറയുന്ന ഉദ്ദേശം എന്താ? അമ്പലത്തിൽ പോകുന്നത് മാത്രമാണ്, അല്ലെങ്കിൽ ഭക്തി കൊടുക്കുന്നത് മാത്രമാണ്, പ്രസാദം കഴിക്കുന്നത് മാത്രമാണ്. അതല്ല ആധ്യാത്മികത. മറ്റുള്ളവരെ കൂടി, സഹജീവികളെ കൂടി ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു വിചാരമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ചെറുശ്ശേരി തന്റെ കൃഷ്ണഗാഥയിലൂടെ ഈ രണ്ടു ഭാഗത്തിലൂടെ ഇതിനകത്ത് നദിയുടെ വെള്ളം ഒഴുകുന്നത് പോലെ ഉയർന്നും താന്നും ജീവിതത്തിന്റെ വ്യത്യസ്ത വികാരങ്ങളാണ് അലയടിക്കുന്നത്. നന്മയും തിന്മയും അറിയാലോ. ഏതൊരു മനുഷ്യനും നന്മ മാത്രം എന്ന് പറയാൻ പറ്റുമോ? അത് ശുദ്ധസംബന്ധമാണ്, നുണയാണ്. നന്മയല്ല. നമ്മൾ എല്ലാവരും എത്തിയിരിക്കുന്നത് നന്മയിലൂടെയും തിന്മയിലൂടെയാണ്. പക്ഷേ നന്മയെ നന്മയായിട്ട് ഓർത്തുകൊണ്ടും തിന്മയെ ശ്രദ്ധിച്ചുകൊണ്ടും തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള പാത ഒരുക്കലാണ് യഥാർത്ഥമായ ജീവിതം, അല്ലെ? അതിനുള്ള ഒരു പ്രചോദനമാണ്, ഒരു പ്രേരണയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണഗാഥ നമുക്ക് തരുന്നത്. അതിനകത്ത് പറയുമ്പോഴത്തേക്ക് പിന്നെ 1730 വരിയുണ്ട് എൻ്റെ കയ്യിരിക്കുന്ന പുസ്തകം. 1730 വരികളാണ് കൃഷ്ണഗാഥ ചരിച്ചതാണ്. പൂർണ്ണമായ ഒരു പുസ്തകമാണ്. അപ്പൊ നമുക്കിത് വായിച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ മാസങ്ങളോളം എടുക്കും വായിച്ച് ആസ്വദിച്ച് വായിക്കണമെങ്കിൽ. അതിന്റെ കഥകള് മനസ്സിലാക്കണം, അതിന്റെ തത്വാംശങ്ങള് ജീവിതത്തില് ഒരു പരിധിവരെയെങ്കിലും പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതിന് വെറും അധര വ്യായാമമായിട്ട് മാറും. അപ്പൊ കൃഷ്ണഗാഥയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓരോ അധ്യായങ്ങള് വർണ്ണിച്ച് എത്രമാത്രം പറഞ്ഞാലും തീരില്ല. അപ്പൊ ഞാനതിന്റെ ഒരു സാരാംശം ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സമയമായല്ലോ, 8 മണി കൃത്യമായി. ഹരി ഓം സാർ. ഹരി ഓം. നാരായണീയ ദിവസമായ ഇന്ന് കൃഷ്ണഗാഥയെ പറ്റി കൂടുതൽ കേൾക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും സാധിച്ചു. ഇത് നമ്മുടെ എല്ലാ ഭാഗ്യമായി കരുതാം. വളരെ ലളിതമായി ഉദാഹരണ സഹിതം കൃഷ്ണഗാഥ മനസ്സിലാക്കി തന്ന ശ്രീ ശ്യാം പ്രസാദ് കാവുങ്ങൽ സാറിന് SPYS NYC മലയാളം യോഗ സമിതിയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ യോഗബന്ധുക്കളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഹരി ഓം സാർ. ഇനി ആർക്കെങ്കിലും ഒരു 5 മിനിറ്റ് ക്വസ്റ്റ്യൻ വല്ലതും ഉണ്ടെങ്കിലും സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്നുമില്ല.
കൃഷ്ണഗാഥയെ പറ്റി ഏകദേശമൊക്കെ കുറച്ചൊക്കെ അറിയാവുന്നേ ഉള്ളായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞപ്പോ വളരെ വളരെ നന്നായിരുന്നു. കേട്ടിട്ടൊട്ടും മടുപ്പ് തോന്നിയില്ല. പിന്നെയും കേട്ടോണ്ടിരിക്കാൻ തന്നെ തോന്നി. വളരെ നന്നായിരുന്നു. ഒരു ഡൗട്ട് ഉണ്ട്. കൃഷ്ണഗാഥയും ജ്ഞാനപ്പാനയും നാരായണീയം 3 ഉണ്ടല്ലോ, അതില് കറക്റ്റ് ഡിഫറൻസ് എന്താ? നാരായണീയം പാർട്ട് ഓഫ് ഭാഗവതമാണ് എന്ന് പറയുന്നു. അപ്പൊ ശരിക്കും ഒരു സെന്റൻസിലുള്ള ഡിഫറൻസ് എങ്ങനെ പറയാൻ സാധിക്കും? ഇത് കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടെ മറ്റൊരു ജീവിതാനുഭവത്തിനട് ഇദ്ദേഹം ഒരു കൃഷ്ണഭക്തനാണ്. കൃഷ്ണഭക്തിയെ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ കൃതി എന്ന നില, ഒരു കൃതി നമുക്കറിയാലോ, ഒരു കാര്യം പറയുമ്പോൾ നേരാമണ്ണം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഇച്ചിരി ചെറുശ്ശേരി അലങ്കാരപ്രിയനാണ്. അറിയാലോ, ഉത്പ്രേക്ഷ എന്ന് പറയുന്ന അലങ്കാരത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഉപമ കാളിദാസനാണ്. ആ ഒരു ഭാഗത്തിലാണ്. ഒരു കൂടെ മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് കൃഷ്ണഗാഥയുടെ പ്രത്യേകത. നമ്മൾ വായിച്ച ഈണമൊക്കെ അറിയാലോ, കുഞ്ഞിന് താരാട്ട് പാട്ടുന്ന മഞ്ചരി വൃത്തത്തിൽ എഴുതി. ഇപ്പൊ ജ്ഞാനപ്പാന എന്ന് പറയും. ജ്ഞാനപ്പാനയല്ലേ ചോദിച്ചത്? ജ്ഞാനപ്പാനയെ ഉണ്ടല്ലേ, ജ്ഞാനപ്പാന എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൂന്താനത്തിന്റെ ജീവിതാനുഭവമാണ്. ഉണ്ണി ഉണ്ടാകാതിരുന്ന് ഉണ്ണി ഉണ്ടായി. അതിന്റെ ആദ്യത്തെ ചോറൂണിന് ബന്ധുക്കളൊക്കെ വരികയും എല്ലാവരും അറിയാമല്ലോ, തൊട്ടിയുടെ പുറത്തേക്ക് ഇടുകയും കുഞ്ഞിനെ കുളിപ്പിക്കാനെടുത്ത കുഞ്ഞ് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ തന്റെ ആറ്റുനോറ്റുണ്ടായ ഉണ്ണി മരിക്കുന്നു. അങ്ങനെ ഉണ്ണി മരിച്ചപ്പോഴത്തേക്ക് അതിലൂടെ ജീവിതത്തിന് തകർത്തില്ല. അദ്ദേഹത്തിന് ജ്ഞാനപ്പാന വരിയുണ്ട്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേണോ മറ്റു കിടാങ്ങളായി. അത് ജ്ഞാനപ്പാന പൂന്താനം നമ്മളോട് പറയുന്നതാണ്. തീരാദുഃഖത്തിന്റെ വേദനയിലും ഭഗവാനിൽ തന്റെ ജീവിതം അർപ്പിച്ചു എന്ന് പറയുന്നത്. അതൊരു വളരെ ജ്ഞാനപ്പാനയിലെ ഓരോ വരിക നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. 2 4 ദിനം കണ്ടെടുത്തിനെ തണ്ടിലേറ്റുന്നതും ഭവാൻ, അങ്ങനെ ഓരോ തരത്തിലും മധ്യേ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന. അപ്പൊ നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. അഹങ്കാരത്തിന്റെ പുറകെ, സ്വാർത്ഥതയുടെ പുറകെ ഓടുന്ന മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് താൻ എല്ലാം നീ ഈശ്വരനിലേക്ക് അർപ്പിക്കുന്നു പറഞ്ഞു. പിന്നെ അടുത്തത് എന്താണ്? നാരായണീയം അല്ലേ? നാരായണ ഭട്ടതിരിയുടെ അദ്ദേഹത്തിനും കാണുന്നത് എന്താണ്? അചഞ്ചലമായിട്ടുള്ള ഈശ്വര വിശ്വാസമാണ്. അചഞ്ചലമായ ഈശ്വര വിശ്വാസമാണ് ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഭക്തരാണ്. പൂർണ്ണ ഈശ്വരൻ, നമ്മള് 100% ഈശ്വരനിലേക്ക് ജീവിതം സമർപ്പിച്ചവരാണ്. എന്നാൽ അവരെ ഭക്തിയെക്കുറിച്ച് മാത്രമല്ല, അതാണ് അവരെ ലോകം നമ്മൾ കാലാതീതമാണ്. ഇന്നും നൂറ്റാണ്ടുകൾക്ക് അപ്പുറവും നമ്മൾ അവരെ കുറിച്ച് പറയാൻ കാരണം അവരുടെ പുസ്തകങ്ങളിൽ ഭക്തി മാത്രമല്ല, പിന്നെയോ ആ ഭക്തിയെ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി എന്നുള്ളതാണ്. അതാണ് വ്യത്യാസം. 3 പേര് യഥാർത്ഥത്തിൽ പറയുന്നത് തന്നെയാണ്. എങ്കിലും ചെറുശ്ശേരി ഇതിന് കുറച്ചുകൂടെ ആ ഒരു എന്താണ്, മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ അലങ്കാരത്തിലേക്ക് കൂടെ തന്റെ കവിതയെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും ഭക്തിയുടെ ഈശ്വരാർപ്പണമായ ഒരു ജീവിതത്തിലേക്ക് തങ്ങളുടെ മനസ്സ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ജ്ഞാനപ്പാനയും ഈ കൃഷ്ണഗാഥയും ശരിക്കും ആ കവികളുടെ അനുഭവത്തിൽ നിന്നുണ്ടായതാണ് അല്ലേ? അനുഭവമാണ്. നമുക്കറിയാലോ, നമ്മളിപ്പോ ഏത് പുസ്തകം വായിച്ചാലും ഇപ്പൊ നമ്മളൊരു കവിത എഴുതിയാലും നമ്മുടെ ജീവിതാനുഭവം ഒരു എഴുത്തുകാരന്റെ ആത്മാംശം ഉണ്ടാവും എല്ലാവരും പറയുന്നുണ്ട്. ഒരു എഴുത്തുകാരന്റെ MD വാസുദേവനാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എം ഡി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്റെ എല്ലാ എഴുത്തിലും എന്റെ ഒരു ആത്മാംശം ഉണ്ടെന്ന് പറയുന്നു. നമ്മളൊരു എഴുത്തുകാരനായാൽ നമ്മൾ എഴുതുമ്പോൾ നമ്മളൊരു ടച്ച് അതിനകത്ത് ഉണ്ടാവും. അതില്ലെങ്കിൽ എഴുത്തല്ലല്ലോ, വരില്ല. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ലൈഫിലെ അനുഭവങ്ങളാണ് അവർ ഈ കവിതയായിട്ട് വരാൻ കാരണം. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, വ്യാസൻ 18 പുരാണം എഴുതിയത് വ്യാസൻ ഈ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, പരോപകാരമേ പുണ്യം പാപമേ പരമീണം. പക്ഷെ അത് മാത്രം പറഞ്ഞ് നമുക്ക് ആരെങ്കിലും കേൾക്കുവോ? അത് വളച്ചു കെട്ടിയാണ് ഈ 18 പുരാണം എഴുതി വെച്ചെന്ന് പറഞ്ഞ പോലെ അവരുടെ മനസ്സിലുള്ള ആത്മാംശം ഇതിനകത്തുണ്ടാവും. അതാണ് വ്യത്യാസം. പിന്നെ നാരായണീയം നമ്മുടെ ഭാഗവതത്തിന്റെ ഒരു കുറച്ചും കൂടി എടുത്തിട്ടുണ്ടല്ലേ, അതിൽ നിന്നും കൂടി ഭാഗവതമാണ് ഇതിനകത്തുള്ള അടിസ്ഥാനം എന്ന്. ഭാഗവതമാണ് ഇതിന്റെ അടിസ്ഥാനം അല്ല. നാരദ മഹർഷി പറഞ്ഞിട്ടാണ് അത് വ്യാസനത്തിലേക്ക് വരുന്നത്. നമ്മുടെ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഭാഗവതമാണ്. എന്നാൽ മഹാഭാരതത്തിൽ ഇതൊക്കെ ഉണ്ട്. അതല്ല പറഞ്ഞില്ല, മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നുമില്ല, ലോകത്തിൽ ഇല്ലാത്തത് അതിനകത്തുമില്ല. അതാണ് എല്ലാത്തിന്റെയും മൂലഗ്രന്ഥമെങ്കിലും അതിൽ നിന്ന് ഒന്നുകൂടി മാറ്റം വരുത്തിയാണ് വ്യാസൻ. ഭാരതത്തിൽ നിന്ന് ഭാഗവതത്തിലേക്ക് വന്നു, 18 പുരാണത്തിലേക്ക് ജ്ഞാനപ്പാനും എല്ലാം ഇതിന്റെയൊക്കെ ഏകദേശം ആശയങ്ങൾ ഒന്ന് തന്നെയാണ്. അതിൽ നിന്നുള്ള ഉദ്ധരിച്ചൊക്കെ പറഞ്ഞല്ലോ, ഓരോ കവികളുടെയും ഭാവനയാണ്, നമ്മളെ ഭാവനയാണല്ലോ എത്തിക്കുന്നത്. മനസ്സിന്റെ ആ ശക്തിയാണ് വ്യത്യസ്ത തലത്തിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുന്നത്. ഇപ്പോഴും പുതിയ പുസ്തകങ്ങൾ വരുന്നുണ്ടല്ലോ, ഇപ്പോഴും ഇതിനേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്പോഴും എഴുതുന്നുണ്ട്. ഇപ്പൊ ജ്ഞാനപ്പാനക്കെല്ലാം വ്യാഖ്യാനം വരുന്നു. ആ വ്യാഖ്യാനം നമ്മൾ വായിച്ചു നോക്കിയാൽ
നമുക്ക് ഒരുപാട് ആശയങ്ങൾ വീണ്ടും കിട്ടുകയാണ്, വ്യാഖ്യാനങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഓ അതെല്ലേ. ലീലാവതിയുടെ പ്രൊഫസർ ഡോക്ടർ ലീലാവതിയുടെ ഒരു വ്യാഖ്യാനം വരെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ പറഞ്ഞു. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഒരുപാട് അത് വളരെ വ്യത്യസ്തമായിരിക്കും. അത് അപ്പൊ ആധുനിക സമൂഹത്തിന്റെ ജീവിതം കൂടെ അതിനകത്ത് ഉൾച്ചേർത്തിരിക്കും അവര്. അപ്പൊ ഓരോ പുസ്തകങ്ങളും ശരിക്കും പറഞ്ഞാൽ അതാത് കാലഘട്ടത്തിന്റെ കവികളുടെ മനസ്സിന്റെ ഒരു പ്രതിഫലം അല്ല, ഒരു പ്രതിഫലനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അതാണ് കാലത്തിന്റെ, ആ വാക്കാണ്, കാലത്തിന്റെ കണ്ണാടിയാണ് ഈ സാഹിത്യകൃതി എന്ന് പറയുന്നത്. കണ്ണാടിയാണ്. ആ കാലത്തെ നമ്മൾ അറിയുന്നത്. കൃഷ്ണഗാഥ വായിക്കുമ്പോൾ ഒരുപാട് വാക്കുകൾ കിട്ടും, ഒരുപാട് പദങ്ങൾ നമുക്ക് കിട്ടും. പദം ഇന്നില്ല. ആ പദം ഇന്നിവിടെ നമ്മുടെ സംസാര ഭാഷയിൽ, കൃഷ്ണഗാഥയിലെ ഒരുപാട് പദങ്ങൾ നമ്മുടെ സംസാര ഭാഷയിൽ ഇന്നില്ല. അപ്പൊ പദസമ്പത്താണ്. ആ പദങ്ങൾ ഇന്ന് മാറിക്കഴിഞ്ഞു. പദങ്ങൾ മാറി. രാജഭരണകാലത്ത് ഉണ്ടാവും, ചിലതുണ്ടാവും. പിന്നെ നമുക്ക് വ്യാഖ്യാനിച്ച് നമുക്ക് അവന്റെ തുടക്കം ആദ്യ അവസാനം അതിന്റെ അപ്പുറം ഇപ്പുറം വായിക്കുമ്പോൾ നമുക്ക് ആശയം കിട്ടും. നമ്മൾ സങ്കല്പിക്കും അതാണ് വരി. അങ്ങനെയുള്ള അർത്ഥങ്ങൾ മാറുമല്ലോ. അതിനാണ് നമ്മൾ ഇപ്പൊ കോളേജ് ക്ലാസ്സിൽ പോലും കൃഷ്ണഗാഥ പഠിക്കാനുണ്ട്. എല്ലാ ക്ലാസ്സിലും കൃഷ്ണഗാഥ പഠിക്കാൻ അതിനു വേണ്ടിയാണ്. അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ആ കാലത്തെയും അതുപോലെ കവിയെയും ആ സാഹിത്യത്തിന്റെ ആ ഒരു വിഭാഗത്തിനെയും പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണല്ലോ. അതാണ്. ശരി ശരി, ഓക്കെ, നന്ദി നന്ദി പറഞ്ഞു. ഹരിയോം സാർ, ഈ പുരാണങ്ങളും ഭാഗവതവും വായിക്കുമ്പോൾ പാപങ്ങൾ മാറിക്കിട്ടുമെന്ന് പറയുന്നു. ഏത് തരം പാപങ്ങൾ മാറിക്കിട്ടോ? ഈ പാപങ്ങൾ എങ്ങനെയാണ് അവിടെ നിന്ന് മാറിപ്പോകുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മള് വ്യക്തിപരമായിട്ട് ഞാൻ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പുരാണ കഥ വായിച്ചാൽ പാപം മാറുമെന്ന് ഞാനത് ഇനി പറയുന്നത് ഞാനൊരു മുൻകൂട്ടി ക്ഷമയോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. മാറുമെന്നുള്ള വിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. എൻ്റെ അമ്മയോട് ഞാനൊരു ധിക്കാരം കാണിച്ചാൽ, ഞാൻ രാമായണവും മഹാഭാരതം വായിച്ചാൽ പാപം മാറുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആളുകൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ശരിയാ, ചില ആളുകൾ ഉള്ള ദ്രോഹങ്ങൾ മുഴുവൻ കാണിച്ചിട്ട് നമുക്കറിയാമല്ലോ, മരിക്കാൻ കിടക്കുമ്പോഴത്തേക്ക് ജോലിസും പറയും രാമായണം അങ്ങോട്ട് മുഴുവൻ വായിക്കാൻ പറയും. പക്ഷേ ഒരു കാര്യം എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ജനിച്ചാൽ മനുഷ്യൻ മരിക്കും, എന്നെങ്കിലും നമുക്ക് മരിച്ചേ പറ്റൂ. രാമായണം വായിച്ചാലും വായിച്ചില്ലെങ്കിൽ ഇയാളും മരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുപോക്കില്ലെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്ക് 61 വയസ്സുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തിരിച്ചുപോക്കില്ല. നമ്മൾ തെറ്റ് ചെയ്താൽ അത് തെറ്റായിട്ട് കിടക്കും. പിന്നെ നമുക്ക് അവരെ വിളിച്ച് സ്വാധീനിപ്പിക്കാം. അമ്മേ, അച്ഛാ, ഞാനല്ലേ ജ്യേഷ്ഠ, ഞാനിത് ചെയ്തു പോയി, എന്നോട് പൊറുക്കണം എന്ന് പറയുമ്പോൾ അവരും പറയും ഞാൻ പൊറുത്തു എന്ന് പറയുമ്പോഴും നമുക്ക് എന്തറിയാം, ആ മനസ്സിൽ എന്നും ആ കറുപ്പ് കിടക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഒരുപാട് പ്രഭാഷണത്തിന് അമ്പലങ്ങളിൽ പോകും. ഞാൻ പറയുന്നതാണ്, നമ്മുടെ കുട്ടികള് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും ഒരു ആപത്തിൽ ചാടില്ല എന്നുള്ളതാണ്. ഒരു മോട്ടിവേഷൻ ക്ലാസ്സും വേണ്ട. ഇന്ന് മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് കുട്ടികൾ പോകുന്നുണ്ടല്ലോ, മദ്യത്തിന് മയക്കും അടിമയാകുമ്പോൾ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു കുട്ടി ഒരു മയക്കുമരുന്ന് ആരെങ്കിലും കൊടുക്കുമ്പോൾ ഒരു ദിവസം കൊടുക്കുന്നതല്ല, ഒരു ദിവസം കൊടുക്കുന്ന ഒരു മയക്കുമരുന്ന് അടിമയാകത്തില്ല. എനിക്ക് കിട്ടുന്ന ഈ പൊതി എൻ്റെ അമ്മയോട് പറഞ്ഞാൽ അമ്മ അതിൽ നിന്ന് മാറ്റും. ഒരു മകൾക്കൊരു ചെറുക്കനോട് സ്നേഹം തോന്നിയാൽ അച്ഛനോടും അമ്മയോടും തുറന്നു പറയുന്ന കുട്ടിയാണ് എങ്കിൽ അവരതിന് നല്ല മറുപടി പറഞ്ഞു കൊടുക്കും. ഒരു മോട്ടിവേഷനും വേണ്ട, അച്ഛനും അമ്മയുമാണ് മോട്ടിവേഷൻ. ഞാൻ പറഞ്ഞു വെക്കുന്നത്, സാറ് ചോദിച്ചത് തന്നെയാണ്, നമ്മൾ ആവശ്യമില്ലാത്ത പാപങ്ങൾ ചെയ്തിട്ട് നാളെ ഏതെങ്കിലും പുരാണ ഗ്രന്ഥങ്ങൾ വായിച്ചെന്റെ പാപം മാറുമെന്നും പറഞ്ഞ് ചെയ്ത് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. എരിവ് കഴിച്ചിട്ട് മധുരം കഴിച്ചാൽ മാറുമെന്ന് നമുക്കറിയാം. ഒരുപാട് എരിവ് കഴിച്ചാൽ എന്തെങ്കിലും മധുരം കഴിച്ചാൽ എരിവ് മാറുമെന്നറിയാം. പക്ഷെ അതുപോലല്ല, ഇത് മാനസികമാണ്, ഇത് ഭൗതികമാണ്. ഇത് മാനസികമായ തെറ്റുകളും പോരായ്മകളും പരിഹരിക്കാൻ ഈ പറഞ്ഞ പോലെ പൊറുക്കുമെന്ന് പറയുന്നു, മാറുമെന്നും തെളിവില്ലല്ലോ. പക്ഷെ അതിന് നമുക്ക് ബാഹ്യമായിട്ട് നമുക്ക് അതിനൊരു പരിഹാരം ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ മതഗ്രന്ഥങ്ങൾ വായിച്ചാൽ ശരിയാകുമെന്ന് പറയുന്നുണ്ട്. നന്ദി സാർ. ഓക്കെ. ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. 8:10 ഓക്കെ. ഹരിയോ. എല്ലാവർക്കും നമസ്കാരം. ഹരിയോ. ഇന്നത്തെ ഭൗതിക ഇവിടെ അവസാനിക്കുന്നു. ഹരിയോ. അടുത്ത ഞായറാഴ്ച ഇനി ഒരു ഭൗതികമായിട്ട് എല്ലാവർക്കും കാണാം. ഹരിയോം സാർ. ഹരിയോ.